എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ വൃശ്ചികൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 7-ൽ സഞ്ചരിക്കുന്ന കാലയളവാണ്. എന്നാൽ ശനി 5-ലും, 5-ൽ തന്നെയാണ് രാഹു, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. കൂടാതെ ഈ മാസം ഏപ്രിൽ മാസം 13-ാം തീയതി വരെ ആദിത്യൻ മീനത്തിലും തുടർന്ന് മേടത്തിലും ഒക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ്. പൊതുവെ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലയളവാണ്. പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ കൂടുതലായിട്ട് ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതാണ്. മനക്ലേശങ്ങളുണ്ടാകും, ധനനഷ്ടങ്ങളുണ്ടാകും, ബിസിനസ് രംഗത്തൊക്കെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. ആ സമയത്തുള്ള യാത്രകളും മറ്റുമൊക്കെ ഒഴിവാക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും വിഷുഫലം ഈ രാശിക്കാർക്ക് അനുകൂലമായതുകൊണ്ട് 2025 ഏപ്രിൽ 14 മുതലുള്ള 2-ാം പകുതി വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്ന് ചേരുന്ന ഒരു കാലയളവ് തന്നെയായിരിക്കും. മനക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇല്ലാതാക്കുന്നതിനായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്താവിൻ്റെ നടയിൽ എള്ളുതിരി തെളിച്ച് പ്രാർത്ഥിക്കുകയോ ശിവക്ഷേത്ര ദർശനം നടത്തുകയോ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും. ഇതര മതസ്ഥർ അവരവരുടെ മതാചാര പ്രകാരം ശനിയാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും.